നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ പോയിരുന്നതിനാൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് സമയം കിട്ടിയില്ല, കുറച്ച് തിരക്കിലായിപ്പോയി. അപ്പോൾ ഇനി തൊട്ട് റെഗുലറായിട്ട് വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെല്ലാം മറന്നു പോകാതെ വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യൂട്യൂബിൻ്റെ മോണറ്റൈസേഷനെ കുറിച്ചിട്ട് ചില കാര്യങ്ങളാണ്. ഇത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപയോഗപ്രദമായിട്ടുള്ളൊരു വീഡിയോ തന്നെ ആയിരിക്കും. കാരണം സാധാരണ ചിലപ്പോഴൊക്കെ ചാനലിൻ്റെ മോണറ്റൈസേഷൻ ഡിസേബിൾ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം എന്നും ഇന്ന് നമ്മൾ സംസാരിക്കാം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ മോണറ്റൈസ് ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ യൂട്യൂബ് അത് റിജക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്നുള്ളതും കൂടി പുതിയതായിട്ടുള്ള യൂട്യൂബേഴ്സിന് ഈ വീഡിയോ വഴി മനസ്സിലാക്കാം. ഇപ്പം ഇതിനെക്കുറിച്ചിട്ട് പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നാമതായിട്ട് നമ്മൾ ചാനൽ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യുമ്പോഴേക്കും അത് യൂട്യൂബ് റിജക്റ്റ് ചെയ്താൽ എന്ത് ചെയ്യും? ഇപ്പോൾ ചാനൽ ഉണ്ടാക്കി 4000 വാച്ച് അവേഴ്സും 1000 സബ്ബും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ മോണിറ്റൈസേഷന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ടാബ് എനേബിളായിട്ട് വരും. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴേക്ക് യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഗൂഗിൾ ആഡ്സെൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു, മോണിറ്റൈസേഷനൊക്കെ അപ്ലൈ ചെയ്തു. ഇപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ എല്ലാ പ്രോസസ്സും പൂർത്തീകരിച്ചു യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ എനേബിൾ ആക്കി തരാറുണ്ട് സാധാരണ. പക്ഷേ ചിലപ്പോൾ നമ്മൾക്ക് മോണിറ്റൈസേഷൻ എനേബിളായി കിട്ടില്ല. കാരണം നമ്മുടെ ചാനലിലെ ഏതെങ്കിലും ചില വീഡിയോസിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് യൂട്യൂബ് മോണിറ്റൈസേഷൻ റിജക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ റിജക്റ്റ് ചെയ്യുമ്പോഴേക്കും ചിലർ വിചാരിക്കും ഇനി മോണിറ്റൈസേഷൻ ചെയ്യാനേ പറ്റില്ല, എല്ലാം അവസാനിച്ചു എന്ന്. പക്ഷേ യൂട്യൂബിൻ്റെ പാർട്ട്ണർ പ്രോഗ്രാമിൽ നമ്മൾ അംഗം ആകണമെങ്കിൽ ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ചില പോളിസീസും തീർച്ചയായിട്ടും ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ ഏതെങ്കിലും വീഡിയോസ് വന്നിട്ടും യൂട്യൂബിൻ്റെ പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയാലോ എന്തെങ്കിലും കോപ്പിറൈറ്റ് പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോഴേക്കും അത് യൂട്യൂബ് സാധാരണ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചാൽ അവർ മോണിറ്റൈസേഷൻ റിജക്റ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ അതിൻ്റെ കൂടെ ഒരു മെയിലും നമ്മൾക്ക് കിട്ടും, നിങ്ങൾക്ക് ചാനൽ നിങ്ങളുടെ മോണിറ്റൈസേഷന് എലിജിബിൾ അല്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ വീഡിയോസിൻ്റെ കുറേ പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ അതിൽ കുറേ സൂചനകളൊക്കെ ആ മെയിലിൽ ഉണ്ടായിരിക്കും. അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് വേണം വീണ്ടും മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമ്മളിതെല്ലാം ക്ലിയർ ചെയ്ത് പ്രശ്നങ്ങൾ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെയും നമ്മൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ വീണ്ടും പ്രശ്നമുണ്ടായാൽ അത് വീണ്ടും റിജക്റ്റ് ചെയ്യും, പിന്നെയും അത് ക്ലിയർ ചെയ്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ക്വസ്റ്റ്യൻ വരും, എത്ര തവണ ഇങ്ങനെ പിന്നെയും അപ്ലൈ ചെയ്യാം എന്നുള്ളത്. അതിന് കൃത്യമായിട്ടൊരു ഉത്തരം ഗൂഗിൾ തന്നെ എവിടെയും അവരുടെ പോളിസിയിൽ പറയുന്നില്ല. ഒരു 50 തവണയോ 100 തവണയോ റീഅപ്ലൈ ചെയ്താലും കുഴപ്പമില്ലെങ്കിലും എത്രയും പെട്ടെന്ന് പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് മോണിറ്റൈസേഷൻ ആക്കാൻ സാധിക്കുന്നു അത്രയും നല്ലത് എന്നാണ് തോന്നുന്നത്. ഒരു 4-5 തവണയ്ക്ക് മേലെയൊക്കെ ഈ റീഅപ്ലൈ ബട്ടൺ വീണ്ടും വരുമോ, എനേബിൾ ആകുമോ എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. ഇപ്പോൾ ചാനലിലെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തതിന് ശേഷം പിന്നീട് എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ മോണിറ്റൈസായി കിട്ടാനായിട്ട് ശ്രമിക്കുക. പിന്നെ രണ്ടാമത് വന്നിട്ട് മോണിറ്റൈസേഷനായ ചാനൽ പിന്നെയും ഡിസേബിൾ ആകാം. ഈ പറഞ്ഞ പോലെ കോപ്പിറൈറ്റോ പോളിസി വയലേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ യൂട്യൂബ് വന്നിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ചാൻസ് ഒക്കെ തരുന്നുണ്ട്. അതിനുള്ളിൽ ഇതൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇങ്ങനെ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യുമ്പോഴേക്ക് തുടർച്ചയായിട്ട് ഇങ്ങനെ റിജക്റ്റ് ആയി വന്നാൽ ആർക്കായാലും മനസ്സ് തളർന്നു പോകും. പിന്നെ ഇങ്ങനെയൊന്നും ചെയ്യാനേ മനസ്സിന് തോന്നുകയില്ല. യൂട്യൂബിൽ നമ്മൾക്ക് തുടരാൻ യോഗ്യതയില്ല എന്നൊക്കെ പറഞ്ഞ് ആകെപ്പാട് ടെൻഷനാകും. പക്ഷേ അതൊന്നും വേണ്ട. ഇതുപോലെ വീഡിയോസൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ മോണിറ്റൈസേഷൻ ഉള്ള പരിപാടികളുമൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവുക. തീർച്ചയായിട്ടും ഒരു ദിവസം വിജയം കൈവരിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ വീഡിയോസ് മറക്കാതെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസൊക്കെ കാണുമ്പോഴേക്കും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോഴേക്കും. നിങ്ങളുടെ വീഡിയോസ് ഞാൻ എപ്പോഴും കാണാറുണ്ട്. ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.